ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. ഇത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന യൂണിറ്റിൽ വരുന്നൊരു പോർഷനാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫാരഡേ ആക്ച്വലി 2 ലോസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കെമിസ്ട്രിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്ത് നോക്കിയാലും ഈ ഒരു പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഷുവറാണ്. സോ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞതുപോലെ 2 ലോസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് ആൻഡ് ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ 2 ലോസും ഡിസ്കസ് ചെയ്യാം. സോ കമ്മിങ് ടു ദ ഫസ്റ്റ് ലോ ഓഫ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, നമുക്ക് ഫസ്റ്റ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം, എന്നിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് ലോ പറയുന്നത് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓൺ എൻ ഇലക്ട്രോഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഇസ് പ്രപ്പോർഷണൽ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. ഫസ്റ്റ് ലോ വളരെ സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ഒരു ഇലക്ട്രോളിസിസ് ചെയ്യുന്ന സമയത്ത് അതിലെ ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. വെരി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും, ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യും. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് അത് നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്യാണ്, NaClൻ്റെ ഇലക്ട്രോളിസിസ് കൺസിഡർ ചെയ്യാം. സപ്പോസ് നമ്മൾ ആദ്യം പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 965 കൂളമാണെന്ന് വിചാരിക്കുക. ഈ കൂളം എന്ന് പറയുന്നത് ചാർജിൻ്റെ യൂണിറ്റാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ 965 കൂളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അതിലൊരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എണ്ണയുടെ അളവെന്ന് പറയുന്നത് 0.23 ഗ്രാമാണ്. ഇനി നമ്മൾ എന്തെയാണ്, നമ്മൾ പാസ് ചെയ്യുന്ന ആ ഇലക്ട്രിസിറ്റിയുടെ അളവ് 965 എന്ന് 9655 കൂളത്തിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ എന്തായി, ആദ്യത്തെ ആ എമൗണ്ടിൻ്റെ 10 മടങ്ങ് ഇലക്ട്രിസിറ്റി നമ്മൾ കൂട്ടി. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എണ്ണയുടെ അളവ് എത്രയായി, 2.3 ഗ്രാം ആയി. നേരത്തെ ഡെപ്പോസിറ്റ് ചെയ്തത് 0.23 ഗ്രാം ആയിരുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ട് 10 മടങ്ങ് കൂട്ടിയപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത എണ്ണയുടെ അളവ് എത്രയായി, 2.3 ഗ്രാമായി. അതെന്ത് ചെയ്തു, എണ്ണയുടെ അളവും എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്ത എണ്ണയുടെ അളവും 10 മടങ്ങ് കൂടി. ഇത്രയേ ഫസ്റ്റ് ലോ പറയുന്നുള്ളൂ. നമ്മൾ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടും എന്ത് ചെയ്യും, കൂടും. ഇനി നമുക്ക് നോക്കാം, നേരത്തെ എമൗണ്ട് നമ്മൾ 10 മടങ്ങ് കൂട്ടിയപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്ത സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എന്ത് ചെയ്തു, 10 മടങ്ങ് കൂട്ടി. ഇനി നമ്മൾ 100 മടങ്ങാണ് കൂട്ടുന്നതെങ്കിലോ ഡെപ്പോസിറ്റ് ചെയ്ത സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എത്ര കൂടും, 100 മടങ്ങ് കൂടും. ഇതേ ഫസ്റ്റ് ലോ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഒന്നുകൂടെ പോവുകയാണെങ്കിൽ എന്താണ്, amount of substance deposited on an electrode during electrolysis is proportional to quantity of electricity passed. നമ്മൾ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിൻ്റെ എമൗണ്ടും കൂടും. ഓക്കെ, അതാണ് ഫസ്റ്റ് ലോ പറയുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ലോയുടെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലേക്ക് പോവാം. നമുക്കറിയാം, അപ്പോൾ നമ്മൾ വെയ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്തത് W ആയിട്ടും ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തത് Q ആയിട്ടും എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ എന്താ കണ്ടത്, ആ W ഇസ് പ്രപ്പോർഷണൽ ടു Q ആണ്. അതായത് വെയ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇസ് പ്രപ്പോർഷണൽ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ആണ്. അതെല്ലാവർക്കും ക്ലിയർ ആയില്ലേ? ഇനി നമ്മൾ ആ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റി. യൂഷ്വലി നമ്മൾ പ്രപ്പോർഷണാലിറ്റി സൈൻ മാറ്റുമ്പോൾ എന്താ ചെയ്യുക, ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. യെസ്, അപ്പോൾ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈൻ ഉപയോഗിച്ച കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നതാണ് Z. സെഡിന് നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇക്വേഷൻ W ഇസ് ഈക്വൽ ടു Z ഇൻറ്റു Q എന്ന് കിട്ടും. അതായത് വെയ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇസ് ഈക്വൽ ടു ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദി
ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ഐ ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അതിലൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്കറിയാം Q എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് ചാർജ്. ബേസിക്കലി നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഈ Qന് വേറൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചേ? Q is equal to I into T, where I is the current, T is the time. So Q എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് കറൻറ്റ് ആൻഡ് ടൈം ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷനിൽ എന്ത് ചെയ്യുക? അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? W is equal to Z into Qന് പകരം W is equal to Z into I into T എന്ന് കിട്ടും. ഓക്കെ, ഇതും എന്താണ്? നമ്മൾ ഫസ്റ്റ് ലോ എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേറൊരു ഇക്വേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? Z നമ്മൾ പറഞ്ഞു ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റ്. ശരിക്കും ഈ ഇലക്ട്രോ കെമിക്കൽ ഇക്വാലൻറ്റ് എന്താ മീൻ ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ സപ്പോസ് നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് 1 ആംപിയർ ആണെന്ന് വിചാരിക്കുക. പാസ് ചെയ്യുന്നത് ഒരു 1 സെക്കൻഡിലേക്കാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ രണ്ട് വാല്യൂസും നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? W is equal to Z into 1 into 1. ബേസിക്കലി എന്താ അത്? W is equal to Z. അപ്പോൾ എന്തായി? ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ് എന്ന് പറയുന്നത് is equal to W, അതായത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് അല്ലേ? എപ്പോഴാണ് അത് വരുന്നത്? നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ ആകുമ്പോഴും അത് 1 സെക്കൻഡിലേക്ക് പാസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് പറയാം? Z എന്ന് പറയുന്നത്, അഥവാ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻറ്റ് എന്ന് പറയുന്നത് ദി എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് വെൻ 1 ആംപിയർ കറണ്ട് പാസ്ഡ് ഫോർ 1 സെക്കൻഡ്. നമുക്ക് എന്ത് മനസ്സിലായിരുന്നു? ഈ Z എന്ന് പറയുന്നത് എല്ലാ മെറ്റൽസിനും ഒരേതായിരിക്കില്ല. ആ മെറ്റലിൻ്റെ നാച്ചുർ അല്ലെങ്കിൽ ആ ഇലക്ട്രോലൈറ്റിൻ്റെ നാച്ചുറിനനുസരിച്ചിട്ട് Z-ൻ്റെ വാല്യൂ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും ഫസ്റ്റ് ലോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലോ കൂടെ ഉണ്ട്. എന്താണ്? സെക്കൻഡ് ലോ, ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വെൻ ദ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്സ് ദ വെയ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് പ്രൊപ്പോർഷണൽ ടു ദെയർ ഇക്വലൻറ്റ് വെയ്റ്റ്. ഫസ്റ്റ് ലോ എന്താ പറഞ്ഞത്? നമ്മൾ സെയിം ഇലക്ട്രോലൈറ്റിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ടാണ് മാറ്റുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ് പാസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ്? ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റിലേക്കാണ് പാസ് ചെയ്യുന്നത്. അങ്ങനെയാവുന്ന സമയത്ത് വെയ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ആ സബ്സ്റ്റൻസിൻ്റെ ഇക്വാലൻറ്റ് വെയ്റ്റിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ സെക്കൻഡ് ലോ എന്താ പറയുന്നത്? വെയ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇസ് പ്രൊപ്പോർഷണൽ ടു ഇക്വലൻറ്റ് വെയ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസ്. എപ്പോൾ? സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ഫോർ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തറിയാം? വെയ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ഇക്വലൻറ്റ് വെയ്റ്റ് ഓഫ് ദി സബ്സ്റ്റൻസ് എന്നറിയാം. അതാണ് സെക്കൻഡ് ലോ പറയുന്നത്. ഇനി നമ്മുടെ കയ്യിൽ രണ്ട് മെറ്റൽസ് ഉണ്ട്, മെറ്റൽ എ ആൻഡ് മെറ്റൽ ബി. അപ്പോൾ നമുക്ക് സെക്കൻഡ് ലോന്ന് ഏതൊരു ഇക്വേഷനിലേക്ക് എത്താൻ പറ്റും? വെയ്റ്റ് ഓഫ് എ ഡെപ്പോസിറ്റഡ് ഡിവൈഡഡ് ബൈ വെയ്റ്റ് ഓഫ് ബി ഡെപ്പോസിറ്റഡ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇക്വലൻറ്റ് വെയ്റ്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഇക്വലൻറ്റ് വെയ്റ്റ് ഓഫ് ബി. ഈ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ആക്ച്വലി സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ, അതായത് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് കണ്ടു, ഫാരഡേ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസും കണ്ടു. ഇനി അതിൽ ഫാരഡേ ഒരു കോൺസ്റ്റൻറ്റ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഫാരഡേയുടെ കോൺസ്റ്റൻറ്റ്, ഫാരഡേസ് കോൺസ്റ്റൻറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് F എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടാണ്. ഈ ഫാരഡേസ് കോൺസ്റ്റൻറ്റ് മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി റിക്വയർഡ് ടു ഡെപ്പോസിറ്റ് 1 ഇക്വലൻറ്റ് ഓഫ് എ മെറ്റൽ. അതായത് നമ്മൾ ഏതൊരു മെറ്റൽ എടുത്താലും നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ ആ മെറ്റലിൻ്റെ ഒരു ഇക്വലൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യമായ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റീനെയാണ് എന്ത് പറയുന്നത്? ഫാരഡേസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതൊരു മെറ്റലിൻ്റെയും, അതായത് ഏതൊരു ഇലക്ട്രോലൈറ്റിലെയും മെറ്റലിന് അതിൻ്റെ 1 ഇക്വലൻറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ എപ്പോഴും സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റിയാണ് വരിക. ആ സെയിം ക്വാണ്ടിറ്റിയാണ് എന്ത്? ഫാരഡേസ് കോൺസ്റ്റൻറ്റ്. അതിൻ്റെ വാല്യൂ ആണ്
96,500 കൂളം. അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, ഇപ്പോൾ സോഡിയം ഡെപ്പോസിറ്റ് ആണ്. സോഡിയത്തിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് എത്രയാണ്? 23 ഗ്രാം. സോ 23 ഗ്രാം സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ 96,500 കൂളമാണ് വേണ്ടത്. പക്ഷെ അത് AgCl ആകുമ്പോൾ Agയുടെ ഇക്വലൻ്റ് വെയിറ്റ് എത്രയാണ്? 108 ആണ്. സോ 108 ഗ്രാം ഡെപ്പോസിറ്റ് ചെയ്യാനാണ് എന്താവശ്യം? 96,500 ആവശ്യം. ഓക്കെ, അപ്പം ഇതാണ് ഫാരഡേസ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഒരു ചെറിയ പോർഷൻ കൂടെ ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് ലോയും ഫാരഡേയുടെ ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനാണ് W എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് is equal to equivalent weight of the substance divided by Faraday's constant, അതാണ് F, into I into T. I is current, T is the time. ഓക്കെ, ഈ ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ വെച്ചിട്ടൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ a solution of copper sulfate is electrolyzed for 10 minutes with a current 1.5 ampere. What is the mass of Cu deposited? അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്കറിയാം, നമ്മുടെ ഫാരഡേയുടെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും കമ്പൈൻ ചെയ്തപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താ ഇക്വേഷൻ? W, വെയ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഇസ് ഈക്വൽ ടു ഇക്വലൻ്റ് വെയ്റ്റ് ഡിവൈഡഡ് ബൈ F, ഫാരഡേസ് കോൺസ്റ്റൻറ്റ്, ഇൻറ്റു കറണ്ട് ഇൻറ്റു ടൈം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ പ്രോബ്ലം വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം, എല്ലാ വാല്യൂസും നമുക്കറിയാവുന്നതാണ്. സോ ഇക്വലൻ്റ് വെയ്റ്റ് ഓഫ് Cu ആൻഡ് CuSO4 എത്രയാണ്? ഇറ്റ്സ് 31.5. ഓക്കെ, ഫാരഡേസ് കോൺസ്റ്റൻറ്റ് എത്രയാണ്? 96,500 കൂളം. ഓക്കെ, കറണ്ട് തന്നിട്ടുണ്ട് എത്രയാ? 1.5 ആംപിയർ. ടൈം തന്നത് 10 മിനിറ്റ്സ് ആണ്. നമ്മൾ അതെന്ത് ചെയ്യണം? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 10 മിനിറ്റ്സ് എന്ന് പറയുന്നത് 600 സെക്കൻഡായിട്ട് മാറും. നമ്മൾ ജസ്റ്റ് വാല്യൂസ് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന Cu എന്ന് പറയുന്നത് എത്ര കിട്ടും? 0.293 ഗ്രാം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് എന്ത് വരിക? ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മുടെ എക്സാംസിനൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലോ എന്താണെന്ന് പഠിച്ചു, സെക്കൻഡ് ലോ എന്താണെന്ന് പഠിച്ചു, കമ്പൈൻ ചെയ്തിട്ട് പഠിച്ചു, അത് വെച്ചിട്ട് എങ്ങനെ പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.